ഫിലിം സ്റ്റോറി എക്സ്പ്ലനേഷൻ മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഈയിടെ റിലീസ് ചെയ്തിട്ടുള്ള സംശയം എന്ന സിനിമയാണ്. വീഡിയോ കണ്ടു നോക്കി എക്സ്പ്ലനേഷൻ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ ആദ്യം കാണിക്കുന്നത് ഇവർ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞ ദിവസം രാത്രിയാണ്. ഇതാണ് നായകൻ മനോജ്, ഭാര്യ വിമല. മനോജ് ജോലി ചെയ്യുന്നത് ഇന്ത്യൻ കോഫി ഹൗസിലാണ്. മനോജിൻ്റെ അച്ഛൻ മാത്രമേ മനോജിൻ്റെ വീട്ടിലുള്ളൂ. മനോജിൻ്റെ അച്ഛനും ഇന്ത്യൻ കോഫി ഹൗസിൽ തന്നെയായിരുന്നു ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. കല്യാണ ദിവസം രാത്രിയിൽ ഡോറിൽ വന്ന് മുട്ടിക്കൊണ്ട് ഇവരുടെ അച്ഛൻ ഇവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, വിമലയുടെ പേരിൽ ഒരു ഡയറി ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, ആ ഡയറി ഞാൻ എടുത്തോട്ടെ എന്ന്. അതിന് വിമല സമ്മതിക്കുന്നു. മനോജിൻ്റെ അച്ഛൻ കുറച്ച് റഫായിട്ടാണ് ഇവരുടെയൊക്കെ അടുത്ത് പെരുമാറുന്നതെങ്കിലും ആൾക്ക് എല്ലാവരോടും നല്ല സ്നേഹമാണ്. മനോജിനും ഭാര്യയ്ക്കും പരസ്പരം നല്ല സ്നേഹവും വിശ്വാസവുമാണ്. കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം മനോജ് ഭാര്യയെ വിളിപ്പിച്ച് വീട്ടിൽ ഒരു മാവിൻ്റെ തൈ നടുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 3.5 കൊല്ലം കഴിഞ്ഞു. പക്ഷേ ഇവർക്ക് കുട്ടികളൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് ഇവർ ഒരു ഡോക്ടറുടെ അടുക്ക പോവുകയാണ്. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, രണ്ടുപേരുടെയും ടെസ്റ്റ് റിപ്പോർട്ട്സിൽ പ്രശ്നങ്ങളൊന്നുമില്ല, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായിക്കോളും എന്ന് പറയുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഇവർ കല്യാണം കഴിഞ്ഞ് നട്ട ആ മാവ് പൂക്കാൻ തുടങ്ങി. വീണ്ടും ഒരു 3 കൊല്ലം കൂടി മുൻപോട്ട് പോയി. കല്യാണം കഴിഞ്ഞ് 6 കൊല്ലമായി, എന്നിട്ടും ഇവർക്ക് കുട്ടികളായില്ല. അടുത്ത സീനിൽ കാണിക്കുന്നത് ജോലിക്ക് പോയ മനോജിനെ വിളിച്ച് വിമല പറയുകയാണ്, പീരിയഡ്സ് ഡേറ്റ് കഴിഞ്ഞിട്ട് 3 ആഴ്ചയായി, ഇതുവരെ ആയിട്ടില്ല, അതുകൊണ്ട് ഒന്ന് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്ന്. അവർ ആ രാത്രിയിൽ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ റിസൾട്ട് പോസിറ്റീവാണ്. വളരെ സന്തോഷത്തോടെ മനോജ് ഓടിച്ചെന്ന് അച്ഛൻ്റെ റൂമിൻ്റെ ഡോറിൽ കൊട്ടി അച്ഛൻ്റെ അടുത്ത് പറയുകയാണ്, ഇതുപോലെ വിമല പ്രഗ്നൻ്റ് ആണ് എന്ന്. അപ്പോൾ അച്ഛൻ പുറത്ത് സന്തോഷമൊന്നും കാണിച്ചില്ല, അത് വലിയ കാര്യമൊന്നുമല്ല എന്ന രീതിയിൽ സംസാരിക്കുന്നു. എന്നാൽ മനോജ് പോയി കഴിഞ്ഞ് അയാൾ വളരെ സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറയുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് കുട്ടിയൊക്കെ ഉണ്ടായി കുട്ടിക്ക് 1.5 വയസ്സായ ഒരു സമയമാണ്. വിമല വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവരുടെ അടുത്തേക്ക് അവരുടെ മോൻ വരികയാണ്. അപ്പോൾ വിമല പെട്ടെന്ന് കുട്ടിയെ സംശയത്തോടെ നോക്കുന്നു. അവിടെ സീൻ കട്ടാവുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് രാത്രി വിമലയും മനോജും ഉറങ്ങാൻ കിടക്കുകയാണ്. വിമല മനോജിനെ വിളിച്ച് പറയുകയാണ്, മോൻ നമ്മുടേത് തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറയുകയാണ് മനോജിനോട്. ഇത് കേട്ട് മനോജ് പെട്ടെന്ന് ഞെട്ടിപ്പോകുന്നു. നീ എന്തൊക്കെയായി പറയുന്നത് എന്ന് പറഞ്ഞ് അവളോട് കിടന്നുറങ്ങാൻ പറയുകയാണ്. ഇവിടെയാണ് സിനിമയുടെ ടൈറ്റിൽ സംശയം എന്ന് എഴുതി കാണിക്കുന്നത്. അടുത്ത സീനിൽ കാണിക്കുന്നത് വിമലയുടെ അച്ഛനും അമ്മയും അനുജനും വിമലയുടെയൊക്കെ വീട്ടിലേക്ക് എത്തുകയാണ്. വിമലയുടെ അനിയൻ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണിക്കാനായിട്ടാണ് അവർ വീട്ടിലേക്ക് എത്തിയത്. എന്നാൽ മനോജിൻ്റെ അച്ഛൻ കാറിനെ പറ്റി മോശമായിട്ട് സംസാരിക്കുകയാണ്. സെക്കൻഡ് ഹാൻഡ് കാറൊക്കെ എന്തിനാണ് മേടിച്ചത്, വാങ്ങിച്ചാൽ പുതിയത് വാങ്ങിക്കണം, കറുപ്പ് കളർ എന്തിനാണ് എടുത്തത്, അങ്ങനെയൊക്കെ ചോദിക്കുന്നു. ഇവർ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് മനോജിൻ്റെ അച്ഛൻ വിമലയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എൻ്റെ ഡയറി കണ്ടിരുന്ന മോളെ എന്ന്. അതിന് മറുപടിയായിട്ട് കണ്ടില്ലച്ച എന്ന് വിമല മറുപടി പറയുന്നുണ്ട്. അവർ യാത്ര പറഞ്ഞു പോവുകയാണ്. അപ്പോൾ വിമലയുടെ അനിയൻ അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും പറയുകയാണ്, എന്തൊരു മനുഷ്യനാണ്, പുള്ളിക്കൊരു മാറ്റവും ഇല്ലല്ലോ, ഫുൾ നെഗറ്റീവ് ആണല്ലോ എന്ന്. അപ്പോൾ അമ്മ പറയുകയാണ്, അങ്ങനെയൊന്നുമില്ല, വിമലയും കുഞ്ഞിനെയും അയാൾ എത്ര സ്നേഹത്തിലാണ് നോക്കുന്നത് എന്ന്. കുട്ടി ഉണ്ടായിക്കഴിഞ്ഞ് കുറച്ച് കാലത്തേക്ക് വിമലയ്ക്ക് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള സൈക്കാട്രിസ്റ്റിനെയൊക്കെ കണ്ട് മരുന്നെടുക്കുന്നുണ്ടായിരുന്നു വിമല. ഇപ്പോൾ കുറച്ച് നാളായിട്ട് അതൊക്കെ ഓക്കെ ആയിട്ടുള്ളതായിരുന്നു. മനോജിൻ്റെ സംശയം വീണ്ടും അതിലേക്ക് പോവുകയാണ്. വിമല അന്നങ്ങനെ പറഞ്ഞത് ഇതുപോലെ ഇനി എന്തെങ്കിലും മെൻ്റൽ പ്രോബ്ലം ഉണ്ടായിട്ടാണോ എന്ന് മനോജിന് സംശയം തോന്നുകയാണ്. മനോജ് കൂടെ ജോലി ചെയ്യുന്ന വസന്തൻ എന്ന ആളോട് സംസാരിക്കുകയാണ്. വസന്തനോട് ചോദിക്കുകയാണ്, എവിടെയെങ്കിലും ഇങ്ങനെ മെൻ്റലായിട്ടുള്ള ആൾക്കാരെ കാണിക്കുന്ന ഡോക്ടറെ പറ്റി അറിയാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വസന്തൻ തിരിച്ചു ചോദിക്കുകയാണ്, എന്തുപറ്റി, വിമലയ്ക്ക് വീണ്ടും തുടങ്ങിയോ എന്ന്. എന്നാൽ മനോജ് അതിനൊന്നും മറുപടി പറയുന്നില്ല. അന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞ് മനോജ് നേരത്തെ വീട്ടിലെത്തുകയാണ്. എന്നിട്ട് വിമലയുടെ അടുത്ത് പറയുകയാണ്, നാളെ വൈകിട്ട് നമുക്ക് ഒരിടം വരെ പോകണം, നീ റെഡിയായിരുന്നു, ഡോക്ടറെ കാണണമെന്ന്. സംസാരിച്ച് വന്നപ്പോൾ വിമലയ്ക്ക് കാര്യം മനസ്സിലായി. വിമല പറയുകയാണ്, എനിക്ക് ഭ്രാന്തൊന്നുമില്ല, അതെനിക്കന്ന് ഡിപ്രഷൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അത് പക്ഷേ എത്ര കാലമായിട്ടിപ്പോൾ ഇല്ല, എനിക്ക് ഭ്രാന്തായിട്ടൊന്നുമല്ല നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യം ഞാനങ്ങനെ പറഞ്ഞത്. എൻ്റെ ചായയോ നിങ്ങളുടെ ചായയോ നമ്മുടെ കുടുംബത്തിലുള്ള ആരുടെയും ഒരു ചായയും അവനില്ല, അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി എല്ലാവരും കറുത്തിട്ടാണ്, എന്നാൽ നമ്മുടെ മോൻ എങ്ങനെ ഇങ്ങനെ വെളുത്തിട്ടിരിക്കുന്നത് എന്നൊക്കെ അവൾ സംശയം പറയുകയാണ്. ഇത് കേട്ടപ്പോൾ മനോജിനും ചെറുതായിട്ട് സംശയം തോന്നി തുടങ്ങി, കുഞ്ഞ് അവരുടേത് തന്നെയാണോ എന്ന്. പിറ്റേന്ന് അതിരാവിലെ തന്നെ ആരോടും പറയാതെ മനോജ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് വസന്തൻ്റെ വീട്ടിലെത്തുകയാണ്. എന്നിട്ട് വിമലയുടെ സംശയത്തെപ്പറ്റി വസന്തൻ്റെ അടുത്ത് പറയുകയാണ്.
ഇത് കേട്ട് വസന്തൻ വിമലയുടെ ഫോട്ടോ വെച്ച് കുട്ടിയുടെ മുഖത്തേക്കും അതുപോലെ തന്നെ മനോജിൻ്റെ മുഖത്തേക്കും ഒക്കെ മാറി മാറി നോക്കുകയാണ്. അതിനുശേഷം പറയുകയാണ്, ശരിയാണ്, വിമല പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ രണ്ടിൻ്റെ മുഖഛായ കുട്ടിക്കില്ല. അതെങ്ങനെയാണ് ശരിയാവുന്നത്? ആരുടെയെങ്കിലും ഒരു ചെറിയ ചായ വേണമല്ലോ. ഇങ്ങനെ ആരുടെയും ചായ ഇല്ലാത്തൊരു കുട്ടീനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് പറയുകയാണ്. പോകാൻ നേരം മനോജ് വസന്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഈ പറഞ്ഞ കാര്യം മറ്റാരോടും പറയരുത് എന്ന്. അപ്പോൾ വസന്തൻ പറയുകയാണ്, ഇല്ല, ഈ കാര്യം ഞാൻ ആരോടും പറയില്ല എന്ന്. അതിനുശേഷം മനോജ് കുട്ടിയുമായി തിരിച്ച് വീട്ടിലെത്തുകയാണ്. രാവിലെ എവിടെ പോയതാണ് എന്ന വിമലയുടെ ചോദ്യത്തിന് മനോജ് മറുപടിയൊന്നും പറഞ്ഞില്ല. പക്ഷേ വിമലയ്ക്ക് കാര്യം മനസ്സിലായി. വസന്തനെ കാണാൻ പോയതാന്ന് വിമല ചോദിക്കുകയാണ്, ഇത് വസന്തേട്ടൻ്റെ അടുത്ത് പോയി പറഞ്ഞു എന്ന് മനോജ് പറയുകയാണ്. വിമല മനോജിൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കുകയാണ്, എന്തിനാണത് പറഞ്ഞത് എന്ന് ചോദിച്ച്. അപ്പോൾ മനോജ് പറയുകയാണ്, വസന്തേട്ടൻ അത് ആരുടെ അടുത്തും പറയില്ല എന്ന്. അപ്പോൾ വിമല പറയുകയാണ്, അതെ, ആരുടെ അടുത്തും പറയില്ല. എനിക്ക് ഡിപ്രഷനുള്ള സമയത്ത് എനിക്ക് ഭ്രാന്താണെന്ന് ലോകം മുഴുവൻ പറഞ്ഞു നടന്നത് വസന്തനാണ് എന്ന്. അതിനുശേഷം വിമല മനോജിൻ്റെ ഫോണെടുത്ത് വസന്തനെ വിളിച്ച് പറയുകയാണ്, ഈ കാര്യം വേറെ അടുത്തും പറയരുത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുനന്ദ എന്ന സ്ത്രീയും വസന്തനും തമ്മിലുള്ള കാര്യങ്ങളെല്ലാം വസന്തൻ്റെ ഭാര്യ ലീലയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുമെന്ന് പറയുകയാണ്. അതുകൊണ്ട് ഇത് ആരുടെ അടുത്തും പറയല്ലേ എന്ന് വസന്തനോട് പറയുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് മനോജും വിമലയും തമ്മിലുള്ള സംസാരമാണ്. ഇവരുടെ കുഞ്ഞ് പ്രത്യാശ എന്നൊരു ഹോസ്പിറ്റലിലാണ് ജനിച്ചത്. മനോജ് പറയുകയാണ്, കുട്ടിയുണ്ടായ ഒക്ടോബർ 13, 2022 പ്രത്യാശ ഹോസ്പിറ്റലിലുണ്ടായ എല്ലാ കുട്ടികളുടെയും ലിസ്റ്റ് നമുക്ക് എടുക്കാമെന്ന്. അപ്പോൾ വിമല പറയുന്നുണ്ട്, വെറുതെ പ്രശ്നത്തിനൊന്നും പോവണ്ട എന്ന്. അപ്പോൾ മനോജ് പറയുകയാണ്, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇവരുടെ മൂത്തമ്മയുടെ മോള് രശ്മി അവിടെയാണ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നത്. ഓളോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ നടത്താമെന്ന്. നമ്മുടെ കുട്ടി എവിടെയോ എന്താണെന്നറിയേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ എന്തായാലും ചെയ്തേ പറ്റൂ എന്ന് മനോജ് പറയുകയാണ്. ഹോസ്പിറ്റലിലെത്തിയ മനോജ് രശ്മി അന്വേഷിക്കുന്നതിനിടയിൽ അവിടെ ഒരു ജോലിക്കാരൻ വരുന്നുണ്ട്. അയാൾക്ക് മനോജിനെ പരിചയമുണ്ട്. അപ്പോൾ പരിചയം പറഞ്ഞു വന്ന് അയാൾ മനോജിനെ രശ്മിയുടെ അടുത്തേക്ക് എത്തിക്കുകയാണ്. രശ്മിയുടെ അടുത്ത് മനോജ് കാര്യങ്ങളെല്ലാം പറയുകയാണ്. അപ്പോൾ അന്നേ ദിവസം ജനിച്ച കുട്ടികളുടെ ലിസ്റ്റൊക്കെ എടുത്തു തരണമെന്ന്. അപ്പോൾ രശ്മി പറഞ്ഞു, എനിക്കതൊന്നും പറ്റില്ല, എനിക്ക് പേടിയാണ്, എൻ്റെ ജോലി പോകുമെന്ന്. ഹോസ്പിറ്റലിൽ വെച്ച് രശ്മിയെ കണ്ടുപിടിക്കാൻ സഹായിച്ച അവിടുത്തെ ജോലിക്കാരൻ ഇതെല്ലാം അറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഇത് മനോജ് കാണുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് മനോജ് ഇന്ത്യൻ കോഫി ഹൗസിൽ ചെന്നിട്ട് അവിടുത്തെ മാനേജറുടെ അടുത്ത് ലീവ് ചോദിക്കുകയാണ്. അച്ഛന് ഡെങ്കിപ്പനിയാണ്, അതുകൊണ്ട് ലീവ് വേണമെന്ന് പറയുകയാണ്. ഒരാഴ്ചത്തെ ലീവാണ് മനോജ് ചോദിച്ചത്. എന്നാൽ മാനേജർ 2 ദിവസത്തെ ലീവ് അയാൾക്ക് കൊടുക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് മനോജ് വീട്ടിലെത്തുന്നതാണ്. ഹോസ്പിറ്റലിൽ നിന്നുള്ള ലിസ്റ്റൊക്കെ മനോജിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. വിമലയുടെ അടുത്ത് പറയുകയാണ്, അന്നേക്ക് മൊത്തം 7 കുട്ടികളാണ് ജനിച്ചത്. അപ്പോൾ 7 കുട്ടികളുടെ വീട്ടിൽ പോവണ്ട, അതിൽ 4 കുട്ടികൾ ആൺകുട്ടികളും ബാക്കി 3 കുട്ടികൾ പെൺകുട്ടികളുമാണ്. അതുകൊണ്ട് 4 ആൺകുട്ടികളുടെ അഡ്രസ്സ് മാത്രം അന്വേഷിച്ച് പോയാൽ മതിയെന്ന്. പിറ്റേന്ന് രാവിലെ തന്നെ മനോജ് കുട്ടികളെ അന്വേഷിച്ച് ഇറങ്ങുകയാണ്. അതൊരു പാട്ടിലൂടെയാണ് കാണിക്കുന്നത്. അതിനുശേഷം ഓരോ വീട്ടിലേക്ക് പോയി കുട്ടികളെ കാണാമെന്ന ഉദ്ദേശമാണ് മനോജിന്. ആദ്യത്തെ വീട്ടിലെത്തി കുട്ടിക്ക് പോളിയോ വാക്സിനേഷൻ എടുത്തിട്ടുണ്ടോ എന്നറിയാൻ ഹെൽത്തിൽ നിന്ന് വന്ന ആളാണ് എന്ന് പറഞ്ഞ് കുട്ടിയുടെ ഫോട്ടോ എടുക്കുന്നു. അത് വിമലയ്ക്ക് അയച്ചു കൊടുക്കുകയാണ്. അടുത്ത വീട്ടിലും എത്തി ഇതുപോലെ തന്നെ പോളിയോ വാക്സിനേഷന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് കുട്ടിയുടെ ഫോട്ടോ എടുത്ത് വിമലയ്ക്ക് അയച്ചു കൊടുക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് സമയം രാത്രിയായിട്ടുണ്ട്. ഇനി അടുത്ത വീട്ടിലേക്ക് പോവുകയാണ് കുട്ടിയെ കാണാനായിട്ട്. അവിടെ ചെന്നപ്പോൾ ഒരു കുട്ടിയും അമ്മയും കൂടെ പുറത്തു പോയി വരുന്നതാണ് കാണുന്നത്. ഷിനോജിൻ്റെ വൈഫാണ് എന്ന് പറയുമ്പോൾ അവർ പറയുകയാണ് അല്ല എന്ന്. എനിക്ക് ഷിനോജിനെ ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ അവർ പറയുകയാണ്, ഷിനോജിനെ കാണണമെങ്കിൽ ഇവിടെയല്ല വരേണ്ടത്, ഷിനോജിൻ്റെ വീട്ടിൽ പോകണമെന്നും പറഞ്ഞ് അവർ മുകളിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ കുട്ടിയുടെ ഫോട്ടോ എടുക്കാനായിട്ട് മനോജ് ഇവരുടെ പുറകെ തന്നെ പോവുകയാണ്. അതിനുശേഷം മനോജ് കുട്ടിയുടെ ഫോട്ടോ എടുക്കുകയാണ്. ഇത് കണ്ട കുട്ടിയുടെ അമ്മ മനോജിനിട്ട് അടിക്കുകയാണ്. അനുവാദമില്ലാതെ കുട്ടിയുടെ ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. കുട്ടിയെ കാണണമെങ്കിൽ ഷിനോജിനോട് ഇങ്ങോട്ട് വരാൻ പറയാൻ പറഞ്ഞ് അവിടുന്ന് മനോജിനെ ഓടിച്ചു വിടുകയാണ്. അന്ന് രാത്രിയിൽ മനോജ് തിരിച്ച് വീട്ടിലെത്തുകയാണ്. എല്ലാ അന്വേഷണവും ഇതോടെ നിർത്തുകയാണ് എന്ന് വിമലയുടെ അടുത്ത് പറയുകയാണ് മനോജ്. പിറ്റേന്ന് രാവിലെ തന്നെ ലീവൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് മനോജ് ഹോട്ടലിൽ ചെല്ലുകയാണ്. അപ്പോൾ അവിടുന്ന് മാനേജർ പറയുന്നുണ്ട്, ഇഫ്താർ വിരുന്നാണ്, വീട്ടിലേക്ക് വൈകിട്ട് വരണമെന്ന്. അങ്ങനെ മനോജും കൂടെ ജോലി ചെയ്യുന്ന ആളുകളും എല്ലാവരും കൂടി ഇഫ്താർ വിരുന്നിന് അവരുടെ വീട്ടിലേക്ക് എത്തുകയാണ്. അവിടെ വെച്ച് ഫൈസ എന്ന് പറയുന്ന ഈ കുട്ടിയെ കാണുന്നുണ്ട്. ഫൈസയെ മനോജിന് നേരത്തെ അറിയാവുന്നതാണ്. ഫൈസയുടെ അച്ഛൻ ഗൾഫിലാണ്. മൊത്തം 3 ആൺകുട്ടികളുടെ വീട്ടിൽ പോയാണല്ലോ ഇവർ അന്വേഷിച്ചത്. ഇനി പോകാനുള്ളത് ഈ ഫൈസയുടെ വീട്ടിലാണ്. ഫൈസയുടെ കുട്ടിയും കൂടിയാണ് ഇനി മനോജിന് കാണാനുള്ളത്.
ഫൈസ എറണാകുളത്ത് പഠിക്കാൻ പോയപ്പോൾ അവിടുന്ന് ഹാരിസ് എന്ന് പറയുന്ന ഒരാളെ കണ്ട് ഇഷ്ടപ്പെട്ട് രണ്ടുപേരും വീട് വിട്ട് ഓടിപ്പോയി രജിസ്റ്റർ മാരേജ് ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. ഹാരിസിൻ്റെ വീട്ടിൽ ഇതുവരെ ഇവരെ അംഗീകരിച്ചിട്ടില്ല. ഇവർ രണ്ടുപേരും എറണാകുളത്ത് ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഫൈസയുടെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം മനോജ് മേടിക്കുന്നുണ്ട്. അതിനുശേഷം മനോജ് തിരിച്ച് വീട്ടിലെത്തുകയാണ്. വീട്ടിലെത്തിയതിനു ശേഷം വിമലയുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറയുകയാണ്. പേരും ഡീറ്റെയിൽസും എല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ വിമല അവരെ ഇൻസ്റ്റാഗ്രാമിൽ തപ്പിയെടുക്കുന്നുണ്ട്. അവിടുന്ന് കുട്ടിയുടെ ഫോട്ടോയും ഹസ്ബൻഡിൻ്റെ ഫോട്ടോയും ഒക്കെ ഇവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ കുട്ടിയെ കണ്ടപ്പോൾ ഇവർക്ക് ഇവരുടെ കുട്ടിയാണ് എന്ന് തോന്നുകയാണ്. അടുത്ത ദിവസം തന്നെ മനോജ് ഇവർ താമസിക്കുന്ന സ്ഥലം തേടി പോവുകയാണ്. ഫൈസ ഒരു US ബേസ്ഡ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. വർക്ക് ഫ്രം ഹോം ആണ്. അവൾക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണുള്ളത്. ഹാരിസ് ഒരു ബിസിനസ് ചെയ്യുകയാണ്. എന്നാൽ ആ ബിസിനസ് നല്ല രീതിയിലല്ല മുൻപോട്ട് പോകുന്നത്. ഫൈസ രാത്രിയിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് പകൽ കിടന്നുറങ്ങുകയായിരിക്കും. ആ സമയത്ത് ഹാരിസ് രാവിലെ എഴുന്നേറ്റ് കുട്ടിയുടെ കാര്യവും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ നോക്കിയതിന് ശേഷം കുട്ടിയെ അടുത്തുള്ള വീട്ടിൽ ഏൽപ്പിച്ചിട്ടാണ് ജോലിക്ക് പോകുന്നത്. മനോജൻ ഹാരിസിൻ്റെ ഓഫീസ് കണ്ടുപിടിച്ച് അവിടെ എത്തുകയാണ്. മനോജിൻ്റെ അടുത്ത് ഇതുപോലെ കാര്യങ്ങൾ പറയുകയാണ്. കുട്ടി മാറിപ്പോയി, നിങ്ങളുടെ കയ്യിലുള്ളത് എൻ്റെ കുട്ടിയും എൻ്റെ കയ്യിലുള്ളത് നിങ്ങളുടെ കുട്ടിയാണെന്ന്. എന്നാൽ എല്ലാ കാര്യം വളരെ കൂളായിട്ട് എടുക്കുന്ന ഹാരിസ് അവൻ പറഞ്ഞത് തമാശയായിട്ടാണ് കാണുന്നത്. അതിനുശേഷം അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് മനോജിനെ കയറ്റി വിടുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഹാരിസിൻ്റെ ജോലി സംബന്ധമായ ഒരു ആവശ്യത്തിന് മിൽമയിൽ വന്നിരിക്കുകയാണ്. അവിടുത്തെ മിൽമയുടെ കോൺട്രാക്റ്റ് ഏറ്റെടുക്കാനാണ് വന്നിട്ടുള്ളത്. എന്നാൽ അവിടെയുള്ള ഓഫീസർ പറയുന്നത് വേറൊരാളും ഹാരിസുമാണ് ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുള്ളത്. മറ്റേ ആൾക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഹാരിസിൻ്റെ കാര്യം ഡൗട്ടാണ്, എങ്കിലും ശ്രമിക്കാമെന്ന് പറഞ്ഞ് ഹാരിസിനെ വിടുകയാണ്. അവിടെ ഇരുന്ന് ആ ഓഫീസറുമായി സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ മനോജിൻ്റെ കോള് പലതവണ ഹാരിസിന് വരുന്നുണ്ട്. ഹാരിസ് അത് കട്ട് ചെയ്ത് വിടുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് മനോജിൻ്റെ അച്ഛൻ ഭാസ്കരൻ്റെ 70ാമത്തെ വയസ്സിൻ്റെ ആഘോഷങ്ങളാണ്. വീട്ടിൽ വേണ്ട ആൾക്കാരെയൊക്കെ വിളിച്ച് ചെറിയൊരു ആഘോഷമായി നടത്തുകയാണ്. കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് മനോജിൻ്റെ അച്ഛൻ പറയുകയാണ്, ഒരു പേരക്കുട്ടിയെ കാണാതെ മരിക്കേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാൽ എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എനിക്ക് നല്ലൊരു മിടുക്കൻ കുട്ടിയെ തന്നെ പേരക്കുട്ടിയായി കിട്ടിയെന്ന്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഭാസ്കരൻ പേരക്കുട്ടീനെ രാത്രിയിൽ പാട്ടുപാടി ഉറക്കുന്നതാണ്. പേരക്കുട്ടിയുടെ അടുത്ത് ഭാസ്കരന് വളരെയധികം സ്നേഹമാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് വൈകുന്നേരം ഹാരിസ് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഹാരിസിനൊരു കോള് വരികയാണ്. അത് ഹാരിസിൻ്റെ ഉപ്പയായിരുന്നു വിളിച്ചത്. 4 വർഷത്തെ പിണക്കത്തിന് ശേഷം ഉപ്പ ഇവരെ വീട്ടിലേക്ക് വിളിച്ചിരിക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഹാരിസും ഫൈസയും കുട്ടിയും കൂടി ഹാരിസിൻ്റെ വീട്ടിലെത്തുകയാണ്. അവിടെ ഇവർക്ക് നല്ല സ്വീകരണം കിട്ടുന്നുണ്ട്. അതിനുശേഷം ഇവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് മനോജും വിമലയും കൂടി രാവിലെ തന്നെ ഹാരിസിൻ്റെ വീട്ടിലെത്തുകയാണ്. അതിനുശേഷം കുട്ടിയെ കാണണമെന്ന് പറയുകയാണ്. അത് പറ്റില്ല എന്ന് ഹാരിസ് പറയുകയാണ്. കുട്ടിയെ കണ്ടിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ എന്നും പറഞ്ഞ് അവിടെ മനോജിനിരിക്കുകയാണ്. മനോജനെയും കൂട്ടിക്കൊണ്ട് പോകാൻ വിമലയുടെ അടുത്ത് ഹാരിസ് പറയുമ്പോൾ പ്ലീസ് സാർ, ഞങ്ങൾ കുട്ടിയെ ഒന്ന് കണ്ടിട്ട് പോയിക്കോളാം എന്ന് പറയുകയാണ്. നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഫൈസ ഉറങ്ങുകയായിരുന്നു. ആ സമയത്ത് ഫൈസ കാണാതെ കുട്ടിയെ മനോജനും വിമലയ്ക്കും കാണിച്ചു കൊടുക്കുകയാണ്. മനോജൻ കുട്ടിയുടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അതിനുശേഷം അവർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പിന്നീട് അവർ വന്ന് ഡോറ് മുട്ടുകയാണ്. അതിനുശേഷം പറയുകയാണ് കുട്ടിയെ ഒന്ന് എടുക്കണമെന്ന് പറയുകയാണ്. അതൊന്നും പറ്റില്ല എന്നും പറഞ്ഞ് അവരെ തള്ളി മാറ്റി ഹാരിസ് ഡോർ അടയ്ക്കുകയാണ്. ഹാരിസ് അങ്ങനെ ഡോർ അടച്ചപ്പോൾ വിമലയുടെ കൈക്കിട്ട് ഡോറ് മുട്ടി കൈ മുറിയുന്നുണ്ട്. അതിനുശേഷം അവർ തിരിച്ചു വരികയാണ്. മനോജൻ വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ കോഫി ഹൗസിലിരുന്ന് ചായ കുടിക്കുകയാണ്. വിമല മനോജിൻ്റെ അടുത്ത് പറയുകയാണ്, മതി, ഇനി നമുക്കൊന്നും ചെയ്യേണ്ട, എല്ലാം ഇവിടെ വെച്ച് നിർത്താം. കുട്ടിയോട് അവർക്ക് നല്ല സ്നേഹമുണ്ട്, കണ്ടില്ലേ, ഇനി നമുക്കൊന്നിനും പോവേണ്ട എന്ന് പറയുമ്പോൾ മനോജനും അത് സമ്മതിച്ചു കൊടുക്കുകയാണ്. ആ സമയത്താണ് അവിടെ ഇരിക്കുന്ന വസന്തൻ വന്ന് മനോജിൻ്റെ അടുത്ത് പറയുകയാണ്, നിൻ്റെ ഭാര്യയെ ഇങ്ങനെ ഉന്തിയിട്ടില്ലേ, അവനെ വീട്ടിൽ കയറി തല്ലേണ്ട കേസാണിത്, അങ്ങനെ വെറുതെ വിടാൻ പാടില്ല എന്ന്. ഇത് കേൾക്കുമ്പോൾ മനോജിന് ദേഷ്യം വരുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ഹാരിസിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുടെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം പറയുകയാണ്. ആ സമയത്ത് അയാൾ ഹാരിസിൻ്റെ അടുത്ത് പറയുകയാണ്, ഇത് വീട്ടിൽ പറയേണ്ട, നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളൊക്കെ മാറുന്നതേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തും അതുപോലെ തന്നെ ഫൈസയോട് പോലും ഈ കാര്യമൊന്നും പറയേണ്ട എന്ന് പറയുന്നു. ഈ സമയത്ത് ഹാരിസിനൊരു കോള് വരികയാണ്. മിൽമയിലെ കോൺട്രാക്റ്റ് ഹാരിസിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് MDക്ക് ഹാരിസിനെ ഒന്ന് കാണണം, അതുകൊണ്ട് നാളെ തന്നെ വരണം എന്ന് പറഞ്ഞ് മിൽമയിൽ നിന്ന് കോള് വരുന്നു. അടുത്ത സീനിൽ കാണുന്നത് ഹാരിസ് മിൽമയിൽ എത്തിയിട്ടുണ്ട്. ഹാരിസിൻ്റെ അടുത്തടുത്ത് മാനേജർ പറയുകയാണ്, MDയുമായിട്ടുള്ള മീറ്റിംഗ് ഉണ്ട്, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് വേണ്ടിയുള്ള മീറ്റിംഗ് ആണ് അത് എന്ന്. അടുത്ത സീനിൽ കാണിക്കുന്നത് വിമലയും മനോജനും കൂടി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോയിരിക്കുകയാണ്.
അപ്പോൾ പോലീസ് ഇവരെഴുതിയ കംപ്ലയിൻറ്റ് വായിക്കുകയാണ്. കുട്ടിയെ മാറിപ്പോയി എക്സ്ചേഞ്ച് ചെയ്യണമെന്ന രീതിയിലുള്ള ഒരു പരാതിയാണ് കൊടുത്തിട്ടുള്ളത്. മിൽമയിലെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാനായിട്ട് ഹാരിസ് മിൽമയിൽ നിൽക്കുന്ന സമയത്താണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും കോള് വരുന്നത്. എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തണമെന്ന് പറയുന്നു. ഇത് അവിടെയുള്ള മാനേജർ കേൾക്കുന്നുണ്ട്. അപ്പോൾ മാനേജർ പറയുകയാണ് MDയുടെ അടുത്ത് സൈൻ ചെയ്യാൻ വരട്ടെ, ഹാരിസിന് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം, അതിനുശേഷം സൈൻ ചെയ്യാമെന്ന്. അങ്ങനെ ഹാരിസിൻ്റെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാനുള്ള കാര്യം അവിടെ മുടങ്ങുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഹാരിസും ഫ്രണ്ടും കൂടി പോലീസ് സ്റ്റേഷനിൽ എത്തുകയാണ്. ഇവരവിടെ ചെന്നപ്പോൾ മനോജനും വൈഫും അവിടെയുണ്ട്. പോലീസുകാരൻ്റെ അടുത്ത് ഹാരിസ് സംസാരിക്കുകയാണ്. എൻ്റെ കുട്ടീനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന രീതിയിൽ ഹാരിസ് പറയുകയാണ്. അപ്പോൾ ഹാരിസിൻ്റെ ഫ്രണ്ട് പറയുകയാണ് ഇവർ കാശിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് തോന്നുന്നത് എന്ന്. അതിൽ പോലീസുകാരൻ പറയുകയാണ് അതൊന്നും അവൻ തോന്നുന്നില്ല, മനോജനും വൈഫിനും നല്ല സംശയമുണ്ട് ഇത് അവരുടെ കുട്ടി തന്നെയാണോ എന്ന്. അപ്പോൾ DNA ടെസ്റ്റ് ചെയ്താൽ മതി എന്ന് പറയുന്ന പോലീസുകാരനോട് അതിന് തനിക്ക് സമ്മതമല്ല എന്ന് ഹാരിസ് പറയുകയാണ്. അത് എൻ്റെ കുട്ടി തന്നെയാണ് എന്ന് പറയുകയാണ്. സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയ ഹാരിസ് മനോജിൻ്റെ അടുത്ത് പറയുകയാണ് എനിക്ക് DNA ടെസ്റ്റ് ചെയ്യാൻ സമ്മതമല്ല, എൻ്റെ സമ്മതമില്ലാതെ DNA ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു നിയമവും ഇല്ല എന്നും പറഞ്ഞ് ഹാരിസ് ദേഷ്യപ്പെട്ട് പോകുന്നു. അതിനുശേഷം മനോജൻ വിമലയുടെ അടുത്ത് പറയുകയാണ് കാശുള്ളതുകൊണ്ട് ഹാരിസ് പോലീസുകാരെ കാശ് കൊടുത്ത് ഒതുക്കി, അതുകൊണ്ടാണ് ഇങ്ങനെ പോയത് എന്ന്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഹാരിസ് വീട്ടിലെത്തുകയാണ്. ഹാരിസ് വീട്ടിലെത്തിയപ്പോഴേക്കും ഫൈസ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. മനോജൻ ഗൾഫിലുള്ള ഫൈസയുടെ അച്ഛനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ കുട്ടിയെ കാണാൻ വന്നതും എല്ലാ കാര്യങ്ങളും ഫൈസ അറിഞ്ഞ് ഫൈസ ആകെ ദേഷ്യത്തിലാണ്. ഇതൊന്നും എൻ്റെ അടുത്ത് പറയാതെ എല്ലാം മറച്ചു വെച്ചു എന്ന രീതിയിൽ ഹാരിസുമായിട്ട് വഴക്കുണ്ടാക്കുകയാണ്. അതിനിടയ്ക്ക് മനോജിൻ്റെ കയ്യിലുള്ള കുട്ടിയുടെ ഫോട്ടോസ് മനോജൻ ഫൈസയ്ക്ക് അയച്ചു കൊടുക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഇതെല്ലാം അറിഞ്ഞ് ദേഷ്യം വന്ന ഹാരിസ് മനോജനെ കാണാനായിട്ട് മനോജൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചെല്ലുകയാണ്. അവിടെ വെച്ച് രണ്ടുപേരും ഭയങ്കരമായിട്ട് ഫൈറ്റ് ഉണ്ടാവുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് മനോജൻ്റെ അച്ഛൻ ഇന്ത്യൻ കോഫി ഹൗസിൽ ഉണ്ടായിരുന്ന മാനേജരോടും മറ്റും മാപ്പ് പറയുകയാണ്. ഇവൻ ചെയ്തതിന് ക്ഷമിക്കണം, ഞാൻ അവിടെ ഇത്രയും കാലം ജോലി ചെയ്തിട്ട് ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ട് ഇവനോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് മനോജനെ കുറേ വഴക്കോ പറയുകയോ അടിക്കുകയൊക്കെ ചെയ്യുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഇതെല്ലാം കണ്ട് വിഷമിച്ച് നിന്ന വിമല കയ്യിലുള്ള തൻ്റെ വള 2 ഊരി മനോജിന് കൊടുക്കുകയാണ്. അതിനുശേഷം പറയുകയാണ് പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾ ആരുടെ മുന്നിലും കൊച്ചാകരുത്, ഇത് വിറ്റ് പൈസ പോലീസിൻ്റെ കൊടുത്ത് കേസ് നടത്തിക്കൊള്ളാൻ പറയുകയാണ്. പൈസയുമായി പോലീസുകാരെ കാണാനായിട്ട് മനോജനും വസന്തനും എത്തുകയാണ്. എന്നാൽ ആ പോലീസുകാരൻ പൈസ ഒന്നും മേടിക്കുന്നില്ല. ഇത് പൈസ മേടിച്ച് നടത്തിയ കാര്യമൊന്നുമല്ല, നിയമത്തിൻ്റെ വഴിക്കാണ് ഇതെല്ലാം പോയത്. മനോജൻ്റെ സംശയം ഇത്ര ജെന്യുവിനായ സ്ഥിതിക്ക് അതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്താം എന്ന് പോലീസ് പറയുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് പോലീസുകാർ കേസ് അന്വേഷിക്കുന്നതാണ്. ആദ്യമായിട്ട് പോലീസുകാർ വിമലയുടെ വീട്ടിലാണ് എത്തുന്നത്. പ്രസവത്തെപ്പറ്റി അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ പറയുകയാണ് 7ാം മാസം വിമലേനെ കൂട്ടിക്കൊണ്ട് വന്നതിന് ശേഷം ഉടൻ തന്നെ വിമല തിരിച്ചുപോയി, അവിടെ നിന്നാണ് പ്രസവത്തിനൊക്കെ പോയത് എന്ന്. കാരണം വിമലയുടെ അനിയന് ചിക്കൻ പോക്സ് വന്നതുകൊണ്ട് ഗർഭിണിയായ വിമല ഇവിടെ അവർ നിർത്തിയില്ല എന്ന്. അവരടുത്തതായിട്ട് പോകുന്നത് മനോജൻ്റെ അച്ഛൻ്റെ അടുത്തേക്കാണ്. അച്ഛൻ പറയുകയാണ് മനോജൻ ജോലിക്ക് പോയ സമയത്ത് വിമലയ്ക്ക് പെട്ടെന്ന് വേദന വന്നു, മനോജനെ വിളിച്ചിട്ട് കിട്ടാഞ്ഞതുകൊണ്ട് ഞാൻ തന്നെയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് C-സെക്ഷൻ ആയിരുന്നു എന്ന് പറയുന്നു. അവിടെ ചെന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വിമല പ്രസവിച്ചു എന്ന് പറഞ്ഞ് കുട്ടിയെ കൊണ്ട് കാണിച്ചു. കുട്ടിയെ കാണിച്ചത് മറ്റാരുമല്ല മനോജൻ്റെ അച്ഛൻ്റെ പെങ്ങളായ രമണി തന്നെയായിരുന്നു കുട്ടിയെ കൊണ്ട് കാണിച്ചത്. രമണി അവിടുത്തെ നേഴ്സായിരുന്നു. കുട്ടിക്ക് ചെറിയ മഞ്ഞപ്പുണ്ടെന്ന് പറഞ്ഞ് കുറച്ചു നേരം NICUയിൽ കുട്ടിയെ വെക്കാമെന്നും പറഞ്ഞ് രമണി കൊണ്ടുപോയി എന്നും പറയുന്നു. ഇപ്പോൾ രമണി ജീവിച്ചിരിപ്പില്ല, രമണി മരിച്ചുപോയി. അടുത്ത സീനിൽ കാണിക്കുന്നത് പോലീസ് ഹോസ്പിറ്റലിൽ എത്തുകയാണ്. അവിടെ ഡോക്ടറോടും മറ്റും ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുകയാണ് അങ്ങനെ കുട്ടി മാറിപ്പോകാൻ ഒരു ചാൻസുമില്ല, 2 സിസേറിയൻ ഇവിടെ ഒരുമിച്ച് നടന്നു, എങ്ങനെയാണെങ്കിലും കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ അമ്മയുടെ പേരെഴുതിയ ഒരു ടാഗ് കുട്ടികളുടെ കാലിൽ വെക്കും, അതുകൊണ്ട് കുട്ടി മാറിപ്പോകാൻ യാതൊരു ചാൻസുമില്ല എന്ന് ഡോക്ടറും പറയുകയാണ്. അവസാനമായിട്ട് പോലീസ് എത്തുന്നത് വിമലയുടെ അടുത്താണ്. വിമല പറയുകയാണ് പ്രസവിച്ച ഉടനെ കുട്ടിയെ കാണിച്ചിരുന്നു, അതിനുശേഷം കുട്ടിയെ NICUയിൽ കൊണ്ടുപോയിട്ട് പിന്നെ തിരികെ കൊണ്ടുവന്നു. അപ്പോഴും എനിക്ക് സംശയം തോന്നി, ഞാൻ ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെൻ്റെ കുട്ടി തന്നെയാണോ എന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് വിമലയുടെ കുട്ടി തന്നെയാണ്, സെഡേഷനിലായതുകൊണ്ട് ചിലപ്പോൾ സംശയം തോന്നുന്നതാണ്, അതുകൊണ്ട് എനിക്ക് ഡോക്ടർ പറഞ്ഞുകൊണ്ട് വേറെ സംശയമൊന്നും തോന്നിയില്ല എന്ന് പറയുന്നു. അപ്പോൾ പോലീസ് ചോദിക്കുകയാണ് പിന്നെ ഇപ്പോഴെന്താ അങ്ങനെ ഒരു സംശയം തോന്നിയെന്ന്. അപ്പോൾ വിമല പറയുകയാണ് അറിയില്ല, എനിക്കങ്ങനെ വെറുതെ തോന്നി, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന്. അടുത്ത സീനിൽ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. അവിടെ മനോജും പോലീസും തമ്മിൽ സംസാരിക്കുകയാണ്. അതിൽ പോലീസ് പറയുകയാണ്
എല്ലാം അന്വേഷിച്ചു, CCTVയും കാര്യങ്ങളും എല്ലാവരുടെയും നിന്നും തെളിവും ഒക്കെ എടുത്തു. പക്ഷേ കുട്ടി മാറിപ്പോയതായിട്ട് യാതൊരു തെളിവും കിട്ടുന്നില്ല. വെറുതെ ഇനി മുന്നോട്ട് പോവണ്ട, DNA ടെസ്റ്റിനും മറ്റും കോടതി വഴി സമീപിച്ചാലും വർഷങ്ങളെടുക്കും. വെറുതെ സമയവും സമാധാനവും ഇപ്പോഴുള്ള കുടുംബവും എല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് ഇത് ഇവിടെ വെച്ച് നിർത്തുന്നതായിരിക്കും നല്ലത് എന്ന് മനോജിൻ്റെ അടുത്ത് പറയുകയാണ്. ഈ കേസിൻ്റെ പുറകെ നടന്ന് എൻ്റെ സ്വഭാവം തന്നെ മാറിപ്പോയി, ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മനോജ് അവിടുന്ന് പോവുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഫൈസ ഇവരുടെ മനോജിൻ്റെയും വിമലയുടെയും അടുത്തെത്തുകയാണ് കുട്ടിയെ കാണാനായിട്ട്. അവിടെ വെച്ച് ഫൈസ പറയുകയാണ് ഹാരിസിൻ്റെ അടുത്ത് ദേഷ്യമൊന്നും തോന്നരുത് എന്ന്. അപ്പോൾ മനോജ് പറയുന്നുണ്ട് എനിക്കങ്ങനെ ദേഷ്യമൊന്നുമില്ല, പുള്ളിയുടെ സ്ഥാനത്ത് ആരായാലും ഇങ്ങനെ ചെയ്യൂ എന്ന്. അതിനുശേഷം ഫൈസ പറയുകയാണ് ഫൈസയും ഹാരിസും ഇപ്പോൾ വളരെ മാനസികമായിട്ട് അകന്നാണ് ജീവിക്കുന്നത്, അതിനൊരു തീരുമാനം ഉണ്ടാക്കണം, അതുകൊണ്ട് മറ്റേണിറ്റി ടെസ്റ്റ് ചെയ്യാം എന്ന് പറയുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ഇവർ മറ്റേണിറ്റി ടെസ്റ്റിനുള്ള സാമ്പിൾസ് കൊടുക്കുന്നതാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് കുട്ടിയെ കൊണ്ട് ഫൈസ തിരിച്ച് വീട്ടിലെത്തി. ഹാരിസിൻ്റെ അടുത്ത് പറയുകയാണ് ഇതുപോലെ മറ്റേണിറ്റി ടെസ്റ്റിന് സാമ്പിൾ കൊടുത്തു എന്ന്. അപ്പോൾ ഹാരിസ് ഫൈസയോട് ദേഷ്യപ്പെടുകയാണ്, എൻ്റെ കുട്ടീനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഫൈസ പറയുകയാണ് എനിക്ക് സംശയം എന്തായാലും തീർക്കണം, സിസേറിയൻ കഴിഞ്ഞ് കുട്ടിയെ കിട്ടിയപ്പോൾ എനിക്കും എന്തോ ഒരു സ്ട്രേഞ്ച് ഫീല് തോന്നിയിട്ടുണ്ടായിരുന്നു, എന്നാൽ അത് ഹാരിസിന് എന്തെങ്കിലും മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുമോ, കൺഫ്യൂഷൻ ആവണ്ട എന്ന് കരുതിയാണ് ഞാൻ ഇതുവരെ പറയാതെ ഇരുന്നത് എന്ന് പറയുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് കോടതിയാണ്. കോടതിയിൽ നിന്ന് വിധി വരികയാണ്, കുട്ടികൾ മാറിപ്പോയി, അതുകൊണ്ട് മെയ് 8-ാം തീയതി കുട്ടികളെ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യണമെന്നുള്ള വിധി വരികയാണ്. ഈ വിധിയിൽ മനോജൻ മാത്രമേ സന്തോഷമുണ്ടായിരുന്നുള്ളൂ. അടുത്ത സീനിൽ കാണിക്കുന്നത് മെയ് 8-ാം തീയതിയാണ്. ഇവർ കുട്ടികളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ കോടതി വളപ്പിൽ വന്നിരിക്കുകയാണ്. മനോജൻ പോയി ഫൈസയുടെ കയ്യിൽ നിന്നും തൻ്റെ കുട്ടിയെ മേടിക്കുന്നു. അതിനുശേഷം വിമലയുടെ അടുത്ത് പറയുകയാണ് കുട്ടിയെ കൊണ്ട് അവർക്ക് കൊടുക്കാൻ. എന്നാൽ കുട്ടിയെ മുറുക്കെ പിടിച്ച് വിമല വളരെ വിഷമിച്ചിരിക്കുകയാണ്. അവസാനം അവർ പരസ്പരം കുട്ടികളെ കൈമാറുന്നുണ്ട്. എന്നാൽ കുട്ടികൾ വല്ലാതെ ഒച്ചയിൽ കരയുകയാണ്. കുട്ടികളുടെ കരച്ചിൽ കണ്ടിട്ട് വിമലയ്ക്കും ഫൈസയ്ക്കും ഹാരിസിനും വല്ലാതെ സങ്കടമാവുന്നുണ്ട്. വിമല ഓടിച്ചെന്ന് ഫൈസയുടെ കയ്യിലുള്ള കുഞ്ഞിനെ പിടിച്ചു മേടിച്ച് കുട്ടിക്ക് പാല് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഫൈസ ഓടിച്ചെന്ന് മനോജൻ്റെ കയ്യിൽ നിന്നും കുട്ടിയെ പിടിച്ചു വാങ്ങി ആശ്വസിപ്പിക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് മനോജനും ഹാരിസും തമ്മിൽ സംസാരിക്കുകയാണ്. ഹാരിസ് മനോജിൻ്റെ അടുക്ക് ചോദിക്കുകയാണ് കുട്ടികൾക്കും അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളും ഒക്കെയുണ്ട്, നമ്മളായിട്ട് അത് മാറ്റണോ, എന്താ ഇനി ചെയ്യേണ്ടത്, കുട്ടികളെ നമുക്ക് മാറാതെ ഇരുന്നുകൂടെ എന്ന്. എന്നാൽ മനോജൻ പറയുകയാണ് കോടതി വിധി വന്നതല്ലേ, അങ്ങനെ ചെയ്യണമെന്ന്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഹാരിസും ഫൈസയും കുട്ടിയെ കൊണ്ട് കാറിൽ പോവുകയാണ്. ഇവർ വളർത്തിക്കൊണ്ടിരുന്ന കുട്ടിയെ തന്നെയാണ് ഇവർ കൊണ്ടുപോകുന്നത്. അതിനുശേഷം ഹാരിസ് ഫൈസയുടെ അടുത്ത് പറയുകയാണ് ഇവന് 18 വയസ്സാകുമ്പോൾ നമുക്ക് ഈ സംശയത്തിൻ്റെ കഥ ഇവന് പറഞ്ഞു കൊടുക്കണമെന്ന്. അതുപോലെ തന്നെ മനോജും വിമലയും അവരിപ്പോൾ വളർത്തുന്ന കുട്ടിയെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് മനോജൻ വീട്ടിലെ അലമാരിയൊക്കെ വൃത്തിയാക്കുന്നതാണ്. പെട്ടെന്നാണ് ഒരു ഡയറി അവൻ്റെ കണ്ണിലുടക്കുന്നത്. സിനിമയുടെ ആദ്യം തന്നെ ഡയറി കാണാതെ പോയി എന്ന് അച്ഛൻ പറയുന്നുണ്ടായിരുന്നല്ലോ, ആ ഡയറി ആയിരുന്നു അത്. ആ ഡയറിയിൽ എല്ലാ പേജിലുമൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല, എന്നാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമേ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ വെച്ച് വിമല പ്രസവിച്ചപ്പോൾ മനോജിൻ്റെ അച്ഛൻ്റെ കയ്യിൽ കുട്ടീനെ കാണിക്കാനായിട്ട് രമണി സിസ്റ്റർ കൊണ്ടുവന്നപ്പോൾ കുട്ടിയെ കണ്ടിട്ട് മനോജിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ഇത് കറുത്ത കുട്ടിയായി പോയല്ലോ എന്ന്. രമണി സിസ്റ്ററാണ് കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയത്. ഇന്ന് രമണി സിസ്റ്റർ ജീവിച്ചിരിപ്പില്ല, അവർ മരിച്ചും പോയി. ആ ഡയറിയുമായിട്ട് മനോജൻ വിമലയുടെ അടുത്തേക്ക് വരികയാണ്. വിമലയ്ക്ക് കുട്ടിക്ക് 1.5 വയസ്സായപ്പോൾ പെട്ടെന്ന് സംശയം തോന്നി തുടങ്ങിയത് ഈ ഡയറി വായിച്ചതിന് ശേഷമാണ് എന്ന് വിമലയുടെ മുഖഭാവത്തിൽ കൂടി മനസ്സിലായിക്കൊണ്ട് ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ കണ്ടതിന് നന്ദി. ഈ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. താങ്ക്